ഹലോ. ഇന്ന് നമുക്ക് വിജയ് ദേവർകൊണ്ടയും മൃണാളും കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ദ ഫാമിലി സ്റ്റാർ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമയുടെ തുടക്കത്തിൽ ഒരു കല്യാണ വീട് കാണിക്കുന്നു. അവിടെ നായികയായ ഇന്ദു വളരെ സങ്കടത്തിലിരിക്കുകയാണ്. അവൾക്ക് ചുറ്റും നിറയെ ബുക്സ് ഒക്കെയുണ്ട്. അവളുടെ ബന്ധുക്കൾ എന്താ മോളെ പരീക്ഷയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആയിരുന്നു, പക്ഷേ ഫെയിലായി. അത് കേട്ടവർ ഇനിയും എഴുതാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല, ഈ എക്സാം ഒരിക്കൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നായകനായ ഗോവർദ്ധൻ മാസം ആദ്യം റേഷൻ കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങുവാനായി ഓടുകയാണ്. ഒരുപാട് പേർ ഓടുന്നുണ്ട്. അവർക്ക് മുന്നേ എത്തി സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് ഗോവർദ്ധൻ. ഗോവർദ്ധൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയറാണ്. ഗോവർദ്ധന്റെ ചിലവിലാണ് വീട് കഴിഞ്ഞു പോകുന്നത് തന്നെ. ഗോവർദ്ധന് 2 സഹോദരന്മാരുണ്ട്. അവർ വിവാഹം കഴിഞ്ഞ് കുട്ടികളുമുണ്ട്. മൂത്ത സഹോദരൻ എപ്പോഴും മദ്യപിച്ചാണ് നടക്കുന്നത്. രണ്ടാമത്തെ സഹോദരനാകട്ടെ ബിസിനസ് തുടങ്ങാൻ ലോണിനായി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവരുടെ 5 മക്കൾക്കും ഗോവർദ്ധനോട് വലിയ സ്നേഹമാണ്. അച്ഛനേക്കാളും അവർക്ക് ഇഷ്ടമാണ്. ചേട്ടത്തിമാരാണെങ്കിലോ സ്വന്തം അനുജനെ പോലെയാണ് അവനെ കാണുന്നതും. ഗോവർദ്ധന്റെ മുത്തശ്ശിക്ക് അവൻ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അവന് ചേട്ടന്മാർ നല്ല രീതിക്കായാൽ മതി, അതിനുശേഷം മതി വിവാഹം. മാത്രവുമല്ല, വരുന്ന പെണ്ണ് അവന്റെ ഫാമിലിയെ അക്സെപ്റ്റ് ചെയ്യുന്നതാകണമെന്നും അവൻ പറയുകയാണ്. ചിലവ് ചുരുക്കി ജീവിക്കുന്ന ആളാണ് ഗോവർദ്ധൻ. അവന്റെ കമ്പനിയിൽ ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ ഒരു പ്രോജക്റ്റ് വന്നു. അതിൽ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം സൗകര്യത്തിന്റെ ഐഡിയ ഗോവർദ്ധൻ അവതരിപ്പിച്ചത് അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ പ്രോജക്റ്റ് അവന്റെ കമ്പനിക്ക് തന്നെ കിട്ടി. ആ സന്തോഷത്തിൽ അവന്റെ ഹെഡ് നിനക്ക് എന്ത് വേണം, കാശ് വേണോ എനിക്ക് ചോദിക്കുമ്പോൾ വേണ്ട, ചേട്ടന്റെ ലോൺ ഒന്ന് റെഡിയാക്കി തരുവാനായി പറയും. സ്വന്തം കാര്യത്തിനേക്കാൾ അവൻ മറ്റുള്ളവർക്കാണ് പ്രാധാന്യം നൽകുന്നത് പോലും. കൂടാതെ അവന്റെ കമ്പനിയിലെയും നാട്ടിലെയും പെൺകുട്ടികൾക്കൊക്കെ അവനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവൻ ആരെയും ഒരു മൈൻഡുമില്ല. അവന്റെ കമ്പനിയിലെ ഒരു പെണ്ണിനെ അവൻ ഇഷ്ടമാണ്. പക്ഷേ അവളെ വിവാഹം കഴിക്കാൻ അവന് താല്പര്യമില്ല. കാരണം അവൾക്ക് കൂട്ടുകുടുംബം ഇഷ്ടമല്ല. അതിനാലാണ് അവളെ അവൻ ഒഴിവാക്കിയത്. ഒരിക്കൽ കൺസ്ട്രക്ഷൻ കാര്യം സംബന്ധിച്ച് അവന്റെ മാമനടുത്തെത്തിയപ്പോഴോ കുറച്ച് ഗുണ്ടകൾ മാമനെ വിരട്ടുകയായിരുന്നു. എന്നാൽ അതിലിടപെട്ട ഗോവർദ്ധനാണെങ്കിലോ അവരെയൊക്കെ തല്ലി ഓടിക്കുകയാണ് ചെയ്തതും. ഒരിക്കൽ വീട്ടിലെത്തി മുകളിലത്തെ നിലയിൽ തന്റെ റൂമിലേക്ക് പോകാനൊരുങ്ങുമ്പോഴോ മുത്തശ്ശി അവിടെ വാടകയ്ക്ക് കൊടുത്ത കാര്യം അവനോട് തുറന്നു പറയും. ദേഷ്യം വന്ന അവനാണെങ്കിലോ മുത്തശ്ശിയെ വഴക്ക് പറഞ്ഞിട്ട് മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വന്ന ആളിനെ കണ്ട് അവൻ മയങ്ങി നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, നായികയായ ഇന്ദു ആയിരുന്നു. ഇന്ദു കോളേജ് പഠനത്തിനായി എത്തിയതായിരുന്നു. താമസിക്കാൻ ഇടമില്ലാത്തതിനാൽ കറങ്ങി തിരിഞ്ഞാണ് ഒടുവിൽ മുത്തശ്ശിയുടെ അടുത്തെത്തിയതും. ഒറ്റയ്ക്കൊരു പെൺകുട്ടി എത്തിയതിനാൽ മുത്തശ്ശി അവിടെ താമസിക്കാനായി സൗകര്യവും കൊടുത്തു. സുന്ദരിയായ പെണ്ണായതിനാൽ ഗോവർദ്ധന് അവളെ ഒന്നും പറയാനും തോന്നിയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകെ ഗോവർദ്ധന്റെ കുടുംബവുമായി ഇന്ദു ഒരുപാട് അടുക്കുവാനായും തുടങ്ങി. ഒരിക്കൽ അവരെയും കൂട്ടി ഇന്ദു മാളിലേക്ക് പോയി. ഫുഡ് വാങ്ങിയൊക്കെ നൽകും. ജോലി സംബന്ധിച്ച് മാളിലെത്തിയ ഗോവർദ്ധൻ തന്റെ കുടുംബത്തെ കണ്ടു. അവൻ ഫോൺ വിളിച്ചപ്പോഴോ അവർ ഫോൺ എടുക്കുന്നതേയില്ല. വൈകിട്ട് അവർ വീട്ടിലെത്തിയപ്പോൾ ദേഷ്യത്തിലിരിക്കുകയാണ് ഗോവർദ്ധൻ. പുതിയ ശീലമൊക്കെ ഉണ്ടാക്കുന്നതിനാൽ അവൻ അവരെ ഒരുപാട് വഴക്ക് പറയും. അതെല്ലാം അതേസമയം വീട്ടിൽ വന്ന ഇന്ദു കേൾക്കും. അതറിഞ്ഞ ഗോവർദ്ധന് നാണക്കേടായി. അവളുടെ പിന്നാലെ മാപ്പ് പറയാൻ പോയെങ്കിലും അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ദിവസങ്ങൾ കടന്നുപോകെ ഗോവർദ്ധൻ അവളോട് മാപ്പ് പറയാൻ പിറകെ നടന്നു. ഒടുവിൽ ഇന്ദു ക്ഷമിക്കുവാനായും തീരുമാനിച്ചു. എന്നെ കോളേജിലാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്രോൾ അടിക്കാനുള്ള കാശും വാങ്ങി അവളെ കൊണ്ടുപോകുന്നു. അതിനുശേഷം അവർ നല്ല കൂട്ടായി പ്രണയിക്കുവാനായും തുടങ്ങി. ഇന്ദു ഗോവർദ്ധനെ പോലെ ചിലവ് ചുരുക്കി ജീവിക്കുവാനായും തുടങ്ങി. അവരുടെ വീട്ടിലെ അംഗമായി മാറുവാൻ തുടങ്ങി ഇന്ദു. ഒരിക്കൽ ഗോവർദ്ധനില്ലാത്ത സമയം നോക്കി ഒരു ഗുണ്ട അവരുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കി. ഗോവർദ്ധന്റെ ചേട്ടൻ കാശ് കടം വാങ്ങിയിട്ട് തിരികെ നൽകിയില്ല. കാശ് വൈകിട്ടിനകം തരണം, ഞാനൊരു ഓട്ടോ പറഞ്ഞുവിടും, കാശില്ലെങ്കിൽ അവന്റെ ഭാര്യയെ പറഞ്ഞുവിടാനായും അയാൾ പറഞ്ഞിട്ട് പോയി. അന്ന് വൈകിട്ട് ഗോവർദ്ധൻ തന്റെ കുടുംബത്തോടൊപ്പം ഓട്ടോയിൽ അയാളുടെ അടുത്ത് ചെന്നു. നമ്മളുടെ കുടുംബത്തിലുള്ളവരോടും സ്ത്രീകളോടും ആരെങ്കിലും മോശമായി പെരുമാറിയാൽ എന്ത് ചെയ്യണമെന്ന് കുട്ടികൾക്ക് ഗുണ്ടയെ തല്ലി അവൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം വീട്ടിലെത്തി ചേട്ടനെ അവൻ ഒരുപാട് വഴക്ക് പറയുമ്പോൾ ചേട്ടൻ ദേഷ്യം വന്ന് അവനെ തല്ലുകയാണ് ചെയ്തത്. ഗോവർദ്ധൻ ഒന്നും മിണ്ടിയില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഇന്ദു എന്താണ് ചേട്ടനും ഗോവർദ്ധനും തമ്മിലുള്ള പ്രശ്നമെന്ന് മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒരു കഥ പറയും. പണ്ട് ചേട്ടൻ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ജോലിക്കൊന്നും പോവാതെ ഫുൾ ടൈം പഠനം. പക്ഷേ ഓരോ ഇന്റർവ്യൂവിലും ഫെയിൽ ആകുവാനായും തുടങ്ങി. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ചേട്ടൻ ഇഷ്ടപ്പെടാതെയായി. അപ്പോഴൊക്കെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയിരുന്നതെല്ലാം ഗോവർദ്ധനായിരുന്നു. എല്ലാം നിർത്തി ജോലിക്ക് പോകുവാനായി അവർ പറഞ്ഞു വഴക്കായി. അന്നു മുതലാണ് ചേട്ടൻ ഗോവർദ്ധനോട് പിണങ്ങി ഈ വിധമായതും.
ചേട്ടത്തിക്കും കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ ചേട്ടന്റെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന് ചിന്തിച്ചവൻ കുടുംബം നോക്കുവാനായും തുടങ്ങിയെന്നും മുത്തശ്ശി പറയുകയാണ്. അത് കേട്ട ഇന്ദു തന്റെ ഫീസ് അടയ്ക്കുവാനായി വെച്ചിരുന്ന കാശ് ഗോവർദ്ധന് കൊടുത്തിട്ട് കടം തീർക്കുവാനായും പറയും. നിന്റെ കുടുംബം നോക്കുമ്പോൾ നിന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ എന്ന് ഇന്ദു പറയും. അത് കേട്ട് ഞെട്ടിയ ഗോവർദ്ധൻ ഇന്ദുവിന് പിന്നാലെ പോയി അവളെ പിടിച്ചു നിർത്തും. എൻ്റെ ഫാമിലിയാണ് എനിക്ക് വലുത്, നിന്നെ നോക്കാൻ എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല എന്ന് പറയുമ്പോൾ എന്നെ ഫാമിലിയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്തിട്ട് പോകുന്നു. അന്ന് വൈകിട്ട് കുട്ടികളോടൊപ്പം ഇന്ദുവിനെ പ്രപ്പോസ് ചെയ്യുവാനായി ഗോവർദ്ധൻ പ്ലാനിട്ട് നിൽക്കവേ ഒരാൾ ഒരു ബുക്കുമായി എത്തുകയാണ്. അവനെ ഏൽപ്പിക്കുന്നു. ഇന്ദുവിനുള്ളതായിരുന്നു. അതിൽ ഗോവർദ്ധനെ കുറിച്ചുള്ള പഠനമായിരുന്നു ഇന്ദുവിന്റെ തീസിസ്. നേരെ അവൻ അതുമായി അവളുടെ കോളേജിലേക്ക് എത്തുമ്പോൾ ഇന്ദു തീസിസ് സബ്മിറ്റ് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. അതേസമയം ഇന്ദുവിന്റെ കൂട്ടുകാരികൾ സാറിനോട് പറയും, ഇന്ദു ഗോവർദ്ധന്റെ കുടുംബത്തിനോടൊപ്പം താമസിച്ചതിന് ശേഷമാണ് ഈ ഒരു തീസിസ് എഴുതി സബ്മിറ്റ് ചെയ്തതെന്നും പറയും. അതെല്ലാം ഗോവർദ്ധൻ കേൾക്കും. അവൾ ചതിച്ചുവെന്നവൻ കരുതുകയാണ്. അവൻ അവളുടെ അടുത്തെത്തി, എന്താ ഇത്? ഇതിനു വേണ്ടിയാണോ നീ എന്നോട് അടുത്തത്? എന്റെ കുടുംബത്തിലൊരു അംഗമായി മാറിയത്? എന്റെ കുടുംബത്തിനെ പറ്റി നീ ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. തുടക്കത്തിലുള്ള ഇല്ലായ്മകളൊക്കെയാണ് അവൾ എഴുതിയിരുന്നത്. പിന്നീട് അങ്ങോട്ട് അവൻ വായിച്ചതേയില്ല. അവൻ അവളെ തല്ലിയിട്ട് ഇറങ്ങിപ്പോകും. ഇന്ദു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതിനുശേഷം അവന് മുൻപ് കിട്ടിയ US പ്രോജക്റ്റിന്റെ ഓഫർ വേണ്ടെന്ന് വെച്ചത് അവൻ സ്വീകരിക്കും. എന്നിട്ട് അതിന്റെ ഹെഡിനോട് 2 വർഷത്തെ സാലറി അഡ്വാൻസ് ആയി വാങ്ങി. ഇന്ദുവിനോടുള്ള വാശിയിൽ ആദ്യം പോയി അവനൊരു മൊബൈൽ ഫോൺ വാങ്ങി, പിന്നെ ബൈക്ക് വാങ്ങി, ചേട്ടത്തിമാർക്ക് സ്വർണം വാങ്ങി, കുട്ടികളെയൊക്കെ കൂടിയ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് പഠിപ്പിച്ചു. അതെല്ലാം അവൻ ഇന്ദുവിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഓഫീസിലെത്തുമ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. കാരണം എന്തെന്നാൽ ഇന്ദു ഓഫീസിലുണ്ടായിരുന്നു. ഇന്ദുവിനെ കണ്ട് വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇടുമ്പോൾ ഓണർ വന്നിട്ട് ഇതെന്റെ മകളാണെന്ന് പറയും. അത് കേട്ട് ഗോവർദ്ധൻ ഞെട്ടിപ്പോകുന്നു. അവൻ ഓഫീസിൽ നിന്നിറങ്ങി കൂട്ടുകാരുടെ അടുത്ത് വന്ന് ടെൻഷനിലിരിക്കുകയാണ്. ഇന്ദു അവനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുമോ എങ്കിൽ വീട് വിറ്റായാലും കാശ് തിരിച്ചു കൊടുക്കണമെന്നവൻ പറയും. അതേസമയം അവനൊരു കോൾ വരികയാണ്. കമ്പനിയിൽ നിന്നും അവന് US പോകാനുള്ളത് റെഡിയായെന്ന്. ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ എയർപോർട്ടിലെത്തിയപ്പോഴാണ് അവിടെ ഇന്ദുവുമുണ്ട്. ഇന്ദുവിന് ബിസിനസ് ക്ലാസ്സും ഗോവർദ്ധന് എക്കണോമിക് ക്ലാസ്സും. അവൻ കമ്പനിയിൽ വിളിച്ച് പ്രശ്നമുണ്ടാക്കി. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്ത് US അവളെ സ്വീകരിക്കാൻ അവിടെ ആളുണ്ടായിരുന്നു. എന്നാൽ അവനെ സ്വീകരിക്കാനോ സമർത്ഥ് എന്നൊരു സ്റ്റാഫ് എത്തി. ഇന്ദു നേരെ പോയത് അവൾക്ക് സ്വന്തമായുള്ള വീട്ടിലേക്കും ഗോവർദ്ധൻ നേരെ ഒരു ഹോട്ടലിലേക്കുമായിരുന്നു. അവൻ അതിന് പ്രശ്നമുണ്ടാക്കുമ്പോഴോ ഇന്ദു സമർത്ഥിനെ വിളിച്ചിട്ട് ഫോൺ സ്പീക്കറിൽ ഇടാനായി പറയും. എന്നിട്ട് കിട്ടിയ അവസരം നന്നായി യൂസ് ചെയ്ത് ഈഗോയൊക്കെ മാറ്റുവാനായി ഗോവർദ്ധനോട് പറയും. എന്നാൽ ഗോവർദ്ധനാണെങ്കിലോ കമ്പനിയിൽ തന്നെ കിടന്നുറങ്ങുവാനും കുളിക്കാനും ഒക്കെ തുടങ്ങി. ഇന്ദുവിനാകെ നാണക്കേടായി. റൂം ദൂരെയാണെന്ന് പറഞ്ഞ് ഓഫീസിൽ കിടന്നുറങ്ങുവാനായും തുടങ്ങി. അവനെ കണ്ട് അവിടെയുള്ളവരും ലുങ്കിയൊക്കെ ഉടുക്കുവാനായും ശ്രമിച്ചു. ഒടുവിൽ അവനെ ഇന്ദു താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. അവിടെ വന്ന ഗോവർദ്ധൻ അവളെ കുത്തിയാണ് സംസാരിക്കുന്നത് പോലും. അടുത്ത ദിവസം ഗോവർദ്ധൻ കമ്പനിയിലെ അവരുടെ പ്രോജക്റ്റ് അവതരിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് താമസം മാറി വന്നവർക്ക് സ്വന്തം നാടിനെ മിസ് ചെയ്യാതിരിക്കുന്ന രീതിയിൽ വീട് വെക്കുന്നു. അതെല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ ഇന്ദുവിനോട് ഒന്നും ഡിസ്കസ് ചെയ്യാതെയാണ് അവനത് സംസാരിച്ചതും. ആയതിനാൽ സമർത്ഥിനോട് എന്ത് ചെയ്യും മുമ്പ് എന്നോട് പറഞ്ഞിട്ട് ചെയ്യണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞു. അടുത്ത ദിവസം ക്ലയന്റിനോട് സംസാരിക്കവേ ഒരാൾ ഇന്ദുവിന്റെ വീഡിയോ എടുക്കും. അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചിട്ട് ഇവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, മുത്തശ്ശനെ വിട്ട് പെണ്ണ് ചോദിക്കാമെന്ന് പറയും. അതേസമയം അവർ പുറത്തു വന്നപ്പോൾ അവരെ ഒരുപാട് അടിക്കുകയാണ് ഗോവർദ്ധൻ. നീ എന്തിന് ഇന്ദുവിന്റെ വീഡിയോ എടുത്തു എന്ന് ചോദിച്ചാണ് അടിക്കുന്നതും. അവിടെ എത്തുന്ന ഇന്ദുവാണെങ്കിലോ അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് കരുതി കണ്ടുകൊണ്ടു നിന്ന അവളോട് അവൻ കൂടി ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അടിക്കുന്നത്, അല്ലാതെ നിനക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അവൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവൻ അടിയുണ്ടാക്കിയതും. അന്ന് രാത്രി സമർത്ഥമായി സംസാരിച്ചിരിക്കവേ ഗോവർദ്ധന് ശമ്പളം വരികയാണ്. 3 ലക്ഷത്തിന് പകരം 30,000 മാത്രമാണ് വന്നത്. അത് കണ്ട് ഗോവർദ്ധൻ ഞെട്ടിപ്പോവുകയാണ്. അക്കൗണ്ടന്റിനെ വിളിച്ച് തിരക്കുമ്പോഴോ എംപ്ലോയി ആയ ഗോവർദ്ധൻ എക്കണോമിക് ക്ലാസ്സിന് പകരം ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ചോദിച്ചു വാങ്ങിയില്ലേ, അപ്പോൾ ബിസിനസ് ക്ലാസിന്റെ പൈസ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു എന്നറിയും. വീട്ടിലെ കാര്യങ്ങളോർത്ത് ഗോവർദ്ധൻ ഒരുപാട് ടെൻഷനിലായിരുന്നു. എന്നാൽ നീ ഒരു കാര്യം ചെയ്, ഇന്ദുവിനെ കണ്ട് കാര്യം പറയാനായി സമർത്ഥ് പറയും. അങ്ങനെ ഇന്ദുവിനോട് കാര്യം പറയുമ്പോൾ അവൾ മൈൻഡ് പോലും ചെയ്യാതെ നടന്നു പോകും. അവൻ ഒരുപാട് ദേഷ്യമാകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവന്റെ ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് ഇവിടെ ഒരാൾ 3 ലക്ഷവുമായി വന്നു നിൽക്കുന്നു, നിന്റെ കമ്പനിയിൽ നിന്നും വന്നതാണ് എന്നുള്ള കാര്യം പറയും. അത് ഇന്ദു ഏർപ്പാടാക്കിയതായിരുന്നു. ഗോവർദ്ധന്റെ ചേട്ടൻ ഇപ്പോൾ മദ്യപാനമൊക്കെ നിർത്തി വീണ്ടും ഇന്റർവ്യൂവിനൊക്കെ പോകുവാനായും ശ്രമിക്കുകയാണ്. ഇന്ദുവാണ് വീട്ടിൽ കാശ് അയച്ചതെന്നറിഞ്ഞ ഗോവർദ്ധൻ അവളോട് ഒരുപാട് നന്ദി പറയും. അവൻ അവളോട് ചെറിയ സ്നേഹമൊക്കെയായി. അതിനുശേഷം ഇന്ദുവും ഗോവർദ്ധനും പഴയതുപോലെ നല്ല കൂട്ടായി. അതിനുശേഷം ഗോവർദ്ധൻ അവതരിപ്പിച്ച പ്ലാനിൽ പ്രോജക്റ്റ് സക്സസ് ആയതിൽ ഇന്ദുവിന്റെ അച്ഛന് ഒരുപാട് അഭിമാനം തോന്നി. ഒരു സക്സസ് പാർട്ടി വെക്കും.
അതിലെല്ലാ ക്രെഡിറ്റും അച്ഛൻ ഇന്ദുവിന് നൽകുന്നു. ഇന്ദുവിനാകെ എന്തോ പോലെയാകും. പക്ഷെ ഗോവർദ്ധനോട് നിനക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, നമ്മുടെ ഇന്ദുവിനല്ലേ എന്നവൻ സന്തോഷത്തോടെ പറയും. അടുത്ത ദിവസം അവരുടെ വീട്ടിലെ ഒരു ഫംഗ്ഷന് ഗോവർദ്ധനാണെങ്കിലോ ഇന്ദു പുതിയ കോട്ടും സ്യൂട്ടും ഒക്കെ വാങ്ങി നൽകി. അതൊക്കെ ഇട്ടുവരുന്ന ഗോവർദ്ധനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇന്ദു. പാർട്ടിക്കിടയിൽ ഗോവർദ്ധൻ മദ്യപിക്കുമ്പോൾ ഒരു ആന്റി വന്ന്, എന്താ ഗോവർദ്ധ, നീയും ഇന്ദുവും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അല്ല, സ്വന്തം ആവശ്യത്തിനു വേണ്ടി മറ്റുള്ളവരെ ചതിക്കാൻ പോലും മടിക്കാത്തവളാണ് ഇന്ദു. ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റിനു വേണ്ടി മാത്രമാണ് ഫ്രണ്ട്ലി ആയി ഇരിക്കുന്നത്. എനിക്ക് കുറച്ച് കാശൊക്കെ സമ്പാദിച്ച് സെറ്റിലാകണമെന്ന് അവൻ പറയുന്നത് ഇന്ദു കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് സഹിക്കാനായില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇന്ദു ഗോവർദ്ധനെ ഒഴിവാക്കുവാനായും തുടങ്ങി. ഇന്ദു അവൻ പറഞ്ഞതെല്ലാം കേട്ടെന്ന് അവൻ അറിയത്തേയില്ല. ഇന്ദു മൂഡ് ഓഫ് ആയി ജോലിയിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് കാണുന്ന ഗോവർദ്ധൻ എന്താണ് കാരണമെന്ന് അവളോട് തിരക്കുമ്പോഴോ, ഞാൻ നിന്റെ ജീവിതത്തിൽ വന്നത്, നിന്നെപ്പറ്റി പ്രോജക്റ്റ് ചെയ്തത്, അതാണ് പ്രശ്നം. നിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒരാളായി ജനിക്കണം. പ്രോജക്റ്റിന് വേണ്ടിയല്ല ഞാൻ നീയുമായി അടുത്തത്. എന്റെ പ്രണയം കള്ളവുമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നു. അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് US-ൽ നിന്നും അവർ നാട്ടിലേക്ക് വന്നു. നാട്ടിലെത്തിയ ഗോവർദ്ധന് പ്രോജക്റ്റ് സക്സസ് ആയതിൽ 10 കോടി രൂപ കമ്പനി നൽകി. ഒരു പ്രോജക്റ്റ് സക്സസ് ആയതിൽ ഇത്രയും രൂപയോ എന്ന് ചിന്തിച്ചവൻ ഓഫീസിലെത്തി ഇന്ദുവിന്റെ അച്ഛന് ഒരുപാട് നന്ദി പറയും. അച്ഛൻ ആരുമായോ അപ്പോൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവന്റെ ടാലന്റ് അംഗീകരിച്ചതിലും അവൻ നന്ദി പറയും. നിന്നെപ്പറ്റി തീസിസ് ചെയ്തതിനാണോ നീ ഇന്ദുവിനെ വെറുത്തത് എന്ന് ചോദിക്കും. സത്യത്തിൽ അതിൽ നിറയെ ഗോവർദ്ധന്റെയും കുടുംബത്തിന്റെയും നല്ല കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്നേഹം നിറഞ്ഞ കുടുംബം, കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഗോവർദ്ധൻ. പക്ഷേ അവൻ ആ തീസിസ് മുഴുവനും നോക്കാതെ അവന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് പുറത്തു കൊണ്ടുവന്നത് ഇന്ദുവാണെന്ന് കരുതി അവളെ അവൻ വെറുത്തു. അച്ഛൻ വഴി അവൾ ചെയ്തത് നല്ല കാര്യമാണെന്നറിഞ്ഞ ഗോവർദ്ധനാണെങ്കിലോ അവളോടുള്ള ദേഷ്യമൊക്കെ പോയി. അവൻ ഇന്ദുവിനെ വിളിക്കാനായി നോക്കുമ്പോൾ, നിനക്കിനി അവളോട് സംസാരിക്കുവാനാകില്ല എന്ന് അച്ഛൻ പറയും. കാരണം അന്ന് ഇന്ദുവിന്റെ ഫോട്ടോ എടുത്ത ആ ഒരു പയ്യനാണെങ്കിലോ ഗോവർദ്ധനുമായി അടികൂടി പോയതിനു ശേഷം ആക്സിഡന്റായി അവനിപ്പോൾ കിടപ്പിലാണ്. അവന്റെ മുത്തശ്ശൻ ഒരു MLA ആണ്. തന്റെ കൊച്ചുമകന് ഇന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്. അവളെ കാണാൻ പോയപ്പോഴാണ് അവൻ ഇങ്ങനെ സംഭവിച്ചത്. അവൻ ഇപ്പോൾ ആവശ്യം ഒരു ഭാര്യയെയാണ്. ഇന്ദുവിനെ വിവാഹം കഴിപ്പിച്ച് നൽകണമെന്ന് MLA പറയും. അച്ഛൻ അതിന് തയ്യാറാകാത്തപ്പോഴോ ഇന്ദുവിനെ കൊല്ലുമെന്നയാൾ വിരട്ടി. ഒടുവിൽ ഇന്ദുവും സമ്മതിച്ചു. അവളുടെ വിവാഹമാണെന്നും അച്ഛൻ വഴി ഗോവർദ്ധൻ അറിയുകയാണ്. വിവാഹത്തിനിരിക്കുന്ന ഇന്ദുവിനെയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. അങ്ങനെ ഗോവർദ്ധൻ നിറ കണ്ണുകളോടെ കാർ ഓടിച്ച് ഇന്ദുവിനെ കാണാനായി എത്തും. അവിടെ എത്തുമ്പോൾ കൂടെ അവന്റെ മുത്തശ്ശിയുമുണ്ട്. MLAയുടെ ആളുകളുമായി അടിയുണ്ടാകും. ഒരു ഘട്ടത്തിൽ MLAയെ ഗോവർദ്ധൻ കൊല്ലാനായി പോകും. പക്ഷേ ചെയ്യില്ല. നിനക്ക് എന്താ പ്രശ്നം? നിന്റെ ചെറുമകനെ നോക്കണം, അതല്ലേ? ഞാൻ നോക്കിക്കോളാം, എനിക്ക് 2 ചേട്ടന്മാരുള്ളതല്ലേ, അതുപോലെ ഞാൻ നോക്കാമെന്ന് പറയുമ്പോഴോ അത് കേട്ട MLAയ്ക്ക് അവന്റെ മനസ്സിലെ നന്മ മനസ്സിലാവുകയാണ്. അയാൾ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കും. ഇന്ദു ദേഷ്യപ്പെട്ട് കയറി പോവുകയാണ്. പിറകെ പോയ ഗോവർദ്ധൻ ദേഷ്യം മാറിയെങ്കിൽ ഒരടിയെങ്കിലും എന്നെ അടിക്കാനായിട്ട് അവളോട് പറയും. അവളാണെങ്കിലോ അവനിട്ടൊന്ന് കൊടുക്കുകയാണ്. ശബ്ദം കേട്ടു വന്ന ഗോവർദ്ധന്റെ മുത്തശ്ശി, നീ അവനെ ഉപേക്ഷിക്കരുത്, നിന്നെപ്പോലെ മറ്റാർക്കും അവനെ മനസ്സിലാകില്ലെന്ന് പറയുമ്പോഴോ ഇന്ദുവും ഗോവർദ്ധനും അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയാണ്. നീ എന്നെ നന്നായി നോക്കുമോ, നീ എന്നെ സ്നേഹിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ അവൾക്ക് കിസ് കൊടുക്കും. അങ്ങനെ അവർ 2 പേരും ഒന്നിക്കുകയാണ്. 2 പേരും വിവാഹവും കഴിക്കും. അതോടെ സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.